ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന്റെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൗൺസ് ചെയ്തത് ചരിത്രത്തിലാദ്യമായി ഒരു വനിത സഹസംവിധാനം ചെയ്യുന്ന നാടകം. തിലകന്റെ മകൾ ഷമ്മി തിലകൻ സഹസംവിധാനം നിർവഹിച്ചിരിക്കുന്ന തിലകന്റെ മകൾ ഷമ്മി തിലകൻ എന്ന് പറഞ്ഞപ്പോ എന്റെ ആ മൂച്ചുപിടുത്തം എല്ലാം അങ്ങ് പോയി. അന്ന് എനിക്ക് എന്റെ പേരിനോട് ഭയങ്കര ദേഷ്യം തോന്നിയ ഒരു ദിവസം. അപ്പൊ ചേട്ടാ ഇങ്ങനെ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മറ്റേ ആള് പറഞ്ഞത്. ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് ഊക്കൻ ടിൻഡു എന്നാണ്. ഞാൻ പറഞ്ഞു എന്താണ് ഊക്കൻ ടിൻഡു? ഊക്കൻ ടിൻഡു ആ നീ വളർന്ന് അപ്പൊ നീ ആ സുരാജിനെ എങ്ങനെ വിളിച്ചേ? അവന്റെ മോളിൽ സ്കൂളിൽ ഞാൻ പഠിച്ചത് കുഴിക്കാട് സ്കൂളിൽ. അവിടെ ഒരു 2 ഷമ്മി ഉണ്ടായിരുന്നു. ഈ പെണ്ണിന്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ 100% പറയും, മറ്റത് അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ആ സമയത്ത് എന്റെ അച്ഛനോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ ഉയരങ്ങളിലുള്ള സഹതാരങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണോ അതിന് ശരി? ഞാനതിന് നല്ല ജീവിക്കുന്ന ഉദാഹരണമല്ലേ. വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചേട്ടാ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു നീ ഒരു അക്ഷരം വേണ്ടി നീ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചെന്ന് പോലും അറിയണ്ട, എൻ്റെ ഫേസ്ബുക്കിൽ ഞാനെന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ലൈക്ക് ഇടുകയോ ഒന്നും ചെയ്യരുത് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാര്യം അത് അവർ ടാർഗറ്റ് ചെയ്യും. നിങ്ങളെല്ലാവരും ഇപ്പോഴും പലരും തിലകൻ എന്നുള്ള രീതിയിൽ എന്നെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹമാണ്, അല്ലാതെ എൻ്റെ പെർഫോമൻസിൽ ഞാൻ തിലകനെ അങ്ങ് അതേപടി പകർത്തി വെച്ചിരിക്കുന്നുണ്ടല്ല. എന്നെ എൻ്റെ മകനടക്കം എൻ്റെ ഭാര്യയടക്കം എത്രയോ പ്രാവശ്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ കുറച്ച് ഞാൻ വെറുതെ ഇരിക്കുകയല്ല, ഞാൻ പഠിക്കുകയാണ് ഓരോ കാര്യം. പൊതുവേദികളിലോ ക്ഷമിച്ചേട്ടനെ കാണുന്നത് വളരെ കുറവാണ്. അപ്പൊ അല്ല വിളിക്കാത്തത് കൊണ്ടും കൂടെ അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടോ? ഉണ്ട്. ചോദ്യത്തിന് ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് പറയാം. ഈ പറഞ്ഞ പോലെ വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു വീഡിയോ അല്ല ചിത്രീകരിച്ചു സത്യം തന്നെയാണ്. ഞാൻ അന്നേ പറഞ്ഞാണ് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതിനെ ഖണ്ഡിക്കാനായിട്ട് പല 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 കാര്യങ്ങളുണ്ട്. കാര്യം അവര് സുപ്രീം കോടതിയിൽ പോലും പോയി നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. അവർക്ക് മുമ്പ് ഷമ്മി തിലകൻ വെറും പുഴുവാണ്. താഴ്വാരമടക്കം ലാസ്റ്റ് ഒടിയനടക്കം മോഹൻലാൽ പറഞ്ഞിട്ട് ചെയ്യും, അല്ലെ ഞാൻ ചെയ്യില്ല.